നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ 140 കോടി ജനങ്ങളുടെയും ക്ഷേമത്തിനായി വിവേചനരഹിതമായി പ്രവർത്തിക്കുക എന്നതാണ് ഓരോ തവണയും അധികാരമേൽക്കുന്ന കേന്ദ്ര ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തം. അർഹരായ മനുഷ്യർക്കുള്ള സേവനത്തിനായി ദേശഭാഷാന്തര വ്യത്യാസമില്ലാതെ ഇടപെടാനാണ് ഭരണഘടന സർക്കാരുകളോട് ആവശ്യപ്പെടുന്നത്. എല്ലാ സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് ഇടപെടുക എന്നതാണ് ഫെഡറൽ തത്വങ്ങൾ ഊട്ടിയുറപ്പിച്ചതുവഴി നമ്മുടെ പൂർവ്വ നേതൃത്വം ഭരണനായകർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത വഴി. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനങ്ങളെ രാഷ്ട്രീയത്തിൻ്റെ കള്ളികളിലാക്കി അവകാശങ്ങൾ വിവേചന വഴിയിലൂടെ വിതരണം ചെയ്യുന്നു മോദിയുടെ ഭരണകൂടം. മൂന്നാം മോദി സർക്കാർ 18ാം ലോക്സഭയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ആ വിവേചനത്തിൻ്റെ അവഗണനയുടെ ആഴം അപകടകരമാം വിധം വർദ്ധിച്ചിരിക്കുന്നു. ഭരണഘടനാപരമായ അവകാശങ്ങളെ കശക്കിയെറിഞ്ഞ് ഫെഡറൽ സ്വഭാവത്തെ പടിക്കു പുറത്താക്കിയ ബജറ്റ് വായന പൂർത്തിയായപ്പോൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന ആശയത്തെ തന്നെ കേന്ദ്രം അടുക്കി വെട്ടിയെന്ന് തോന്നി. മൂന്നാം മോദി സർക്കാരിനെ താങ്ങി നിർത്തിയിരിക്കുന്ന 2 പ്രാദേശിക കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പദ്ധതികളും ധനവിഹിതവും വാരിക്കോരി കൊടുക്കുക വഴി ഞങ്ങളുടെ അധികാരമല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് വിഷയമല്ലെന്ന് ഊന്നിപ്പറയുന്നു മോദിയും കക്ഷിയും. ബീഹാറിനെയും ആന്ധ്രയെയും മാത്രം പരിഗണിച്ചൊരു ബജറ്റ് വായന പൂർണ്ണമായപ്പോൾ അഭിസംബോധന ചെയ്യപ്പെടാതെ പോയ പ്രധാന വിഷയങ്ങൾ എന്തെല്ലാമാണ്? കേന്ദ്രഭരണത്തിൻ്റെ ഇടപെടൽ പ്രതീക്ഷിച്ച് കാത്തിരുന്ന എത്ര കോടി മനുഷ്യരാണ് വരയ്ക്ക് പുറത്തായിപ്പോയത്? ബജറ്റ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ചില നിർണായക യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചിരുന്നു. വിലക്കയറ്റം സാധാരണ ജനജീവിതത്തെ കാര്യമായി ബാധിച്ചുവെന്നും പാവപ്പെട്ടവനും പണക്കാരനും ഇടയിലുള്ള അന്തരം വർദ്ധിച്ചുവെന്നും തൊഴിൽ മേഖല വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നുവെന്നെല്ലാം സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നു, സമ്മതിച്ചിരുന്നു. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പരിഹരിക്കാൻ ശ്രമിക്കാതെ വാഗ്ദാനങ്ങളിൽ നിന്ന് ഒളിച്ചോടിയ സർക്കാർ നയമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ ക്ഷീണിതനാക്കിയതെന്ന യാഥാർത്ഥ്യവും അവിടെയുണ്ട്. സ്വാഭാവികമായും ആദ്യ ബജറ്റിൽ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ, ചില പരിഹാര മാർഗങ്ങൾ ആലോചിക്കാൻ മോദി ഭരണകൂടം തയ്യാറാകുമെന്ന് നാം വിചാരിച്ചു. പക്ഷേ തെറ്റിപ്പോയി. രാജ്യത്തിൻ്റെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളല്ല, മറിച്ച് തങ്ങളുടെ അധികാരം നിലനിർത്തുക എന്ന കേവല സ്വാർത്ഥ മോഹം മാത്രമാണ് മോദിയെ നയിക്കുന്നത് എന്ന് ശരിക്കും മനസ്സിലാക്കി തന്നു നിർമ്മല സീതാരാമൻ്റെ പുതിയ ബജറ്റ്. വിലക്കയറ്റം പരിഹരിക്കാനുള്ള അടിയന്തര നടപടികളോ തൊഴിലില്ലായ്മ ഇല്ലാതാക്കാനുള്ള ക്രിയാത്മകമായ ഇടപെടലുകളോ സാമ്പത്തിക അന്തരമില്ലാതാക്കാനുള്ള ദീർഘദൃഷ്ടിയുള്ള സമീപനങ്ങളോ ഒന്നും ബജറ്റിൽ കാണാനായില്ല. സകലതും ബീഹാറിനും ആന്ധ്രയ്ക്കുമാക്കി ചുരുക്കി മോദി. രാജ്യത്തിൻ്റെ ഒരു പൊതു ബഡ്ജറ്റിൻ്റെ സ്വഭാവത്തിൻ്റെ ഘടനയ്ക്ക് വിരുദ്ധമായി ആന്ധ്രാപ്രദേശിനെയും ബീഹാറിനെയും ആ 2 സംസ്ഥാനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്താൻ പര്യാപ്തമായ ഫണ്ട് നൽകിയെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ബഡ്ജറ്റ് പ്രസംഗത്തിൽ നടത്തി എന്നുള്ളത് തികച്ചും സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രഖ്യാപനം മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിതീഷ് നായിഡു ഡിപ്പെൻഡൻറ്റ് അലയൻസ് അഥവാ NDA ഗവൺമെൻറ്റാണ് എന്നുള്ളത് ഞങ്ങൾ ഉന്നയിച്ച ആക്ഷേപം സ്ഥിരീകരിച്ചിരിക്കുന്നു. ബീഹാർ രാജ്യത്തെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. 2 സംസ്ഥാനങ്ങളായി പിരിഞ്ഞതിന് ശേഷം ആന്ധ്രയ്ക്ക് അധിക സഹായങ്ങൾ ആവശ്യവുമുണ്ട്. ഇവ രണ്ടും അംഗീകരിക്കുമ്പോൾ തന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളും അർഹതയും ഇല്ലാതാകുന്നില്ലെന്ന യാഥാർത്ഥ്യവും നാം അംഗീകരിക്കണം. ബീഹാറിനുള്ള പ്രത്യേക പദവി എത്രയോ കാലമായി നിതീഷ് കുമാറിൻ്റെ ആവശ്യമാണ്. കഴിഞ്ഞ 10 വർഷവും മോദി സർക്കാർ അത് പരിഗണിച്ചില്ല.
പ്രത്യേക പദവിയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് വൻ വകയിരുത്തലും വേണമെന്ന ബീഹാറിൻ്റെ ആവശ്യം കഴിഞ്ഞ 10 ബജറ്റുകളിലും അവഗണിച്ച മോദി ഇപ്പോൾ അത് ചെയ്യുന്നത് ആ സംസ്ഥാനത്തെ ജനങ്ങളോടുള്ള സ്നേഹവും കരുതലും കൊണ്ടാണോ? ഒരിക്കലുമല്ല. മറിച്ച് തൻ്റെ അധികാരം നിലനിർത്താൻ ബീഹാറിന് പണം കൊടുക്കാതെ പറ്റില്ലെന്ന ഗതികേടിൻ്റെ പുറത്താണ് മോദി ഇത് ചെയ്യുന്നത്. ആന്ധ്ര വിഭജനം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു. പുതുതായി രൂപീകരിക്കപ്പെട്ട സംസ്ഥാനത്തിന് തലസ്ഥാനമടക്കമുള്ള സൗകര്യങ്ങൾ കെട്ടിപ്പടുക്കാൻ പ്രത്യേക കേന്ദ്ര സഹായം വേണമെന്ന ആവശ്യവും 10 ആണ്ടായി മോദി പരിഗണിച്ചിരുന്നേയില്ല. ഇന്നിപ്പോൾ അവിടെ ഭരണം മാറി. NDA ഘടകകക്ഷിയായ തെലുങ്കുദേശം പാർട്ടി അവിടുത്തെ ഭരണകക്ഷിയായി. അവർ കേന്ദ്രത്തിലും മോദിയെ താങ്ങി നിർത്തുന്നു. പെട്ടെന്ന് ആന്ധ്രയുടെ വികസനത്തെക്കുറിച്ച് മോദിക്ക് ഓർമ്മ വരുന്നു. ഒരു ബജറ്റ് തന്നെ അവർക്കായി എഴുതി തയ്യാറാക്കുന്നു. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സംസ്ഥാനങ്ങളിലേക്ക് കണക്കാക്കി പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പോലും കഴിയാത്ത വിധം മോദിയെ വരിഞ്ഞു മുറുക്കിക്കഴിഞ്ഞു 2 പ്രാദേശിക കക്ഷികളുടെ സമ്മർദ്ദം. ആന്ധ്രയ്ക്കും ബീഹാറിനും മാത്രം എല്ലാം കിട്ടിയപ്പോൾ അവഗണിക്കപ്പെട്ടത് ഏതൊക്കെ ജീവിത മേഖലകളാണ്? ഏറ്റവും പ്രധാനം അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റമാണ്. സകല സബ്സിഡികളും വെട്ടിക്കുറയ്ക്കുക എന്ന നയവുമായി മുന്നോട്ട് പോകുന്നു മോദി ഭരണകൂടം. ഭക്ഷ്യവും വളവും ഇന്ധനവുമെല്ലാം സബ്സിഡി വെട്ടിയ മേഖലകളിലുണ്ട്. ഉൽപാദനത്തിലെ ഇടിവിലേക്കും വിലക്കയറ്റത്തിലേക്കും സ്ഥിതിഗതികളെ തള്ളിവിടുകയാണ് സർക്കാർ. 2023-24 ബജറ്റിലെ കണക്കുപ്രകാരം ഭക്ഷ്യ സബ്സിഡിക്ക് കേന്ദ്ര സർക്കാർ 2,12,332 കോടി രൂപയാണ് ചെലവിട്ടത്. എന്നാൽ പുതിയ ബജറ്റിൽ അത് 2,05,000 കോടിയിലേക്ക് താഴ്ത്തി. വിലക്കയറ്റം പ്രധാന പ്രശ്നമാണെന്ന് സാമ്പത്തിക സർവേ കണ്ടെത്തുമ്പോഴും സമ്മതിക്കുമ്പോഴും അതിൻ്റെ പ്രതിവിധിയാലോചനയ്ക്ക് സർക്കാർ വേണ്ട ഊന്നൽ കൊടുത്തില്ല. കർഷകരിൽ നിന്നും ന്യായവിലയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിനും വിവിധ ക്ഷേമ പദ്ധതികൾ വഴിയും പൊതുവിതരണ സംവിധാനങ്ങൾ വഴിയും അത് വിതരണം ചെയ്യുന്നതിനായി വകയിരുത്തുന്ന തുകയാണ് മുൻപ് പറഞ്ഞ ഭക്ഷ്യ സബ്സിഡി. അത് ഓരോ വർഷവും വെട്ടിക്കുറയ്ക്കുകയും സർക്കാർ വിപണിയിൽ ശരിയാംവണ്ണം ഇടപെടുന്നുണ്ടെന്ന വ്യാജവും കൂടി പറയുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 80 കോടിയോളം ജനങ്ങൾക്ക് നേരിട്ട് ഗുണം ലഭിക്കുന്ന പദ്ധതിയിലാണ് ഇങ്ങനെ കൈവയ്ക്കുന്നത് എന്നോർക്കണം. കഴിഞ്ഞ ബജറ്റിൽ വളം സബ്സിഡിക്കായി 1,88,894 കോടി രൂപ നീക്കിവച്ചിരുന്നുവെങ്കിൽ ഇത്തവണ അത് 1,64,000 താഴ്ത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടുവെങ്കിലും ആ പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചത് എന്തെങ്കിലും ഈ ബജറ്റിൽ കാണാൻ കഴിയുന്നില്ല. വികസിത ഭാരതത്തിനായി ധനമന്ത്രി പ്രഖ്യാപിച്ച മുൻഗണനാ പദ്ധതികളും പരിശോധിക്കേണ്ടതാണ്. 1.5 ലക്ഷം കോടി രൂപ പ്രഖ്യാപിച്ച കൃഷിയാണ് ഇതിൽ ആദ്യത്തേത്. കഴിഞ്ഞ സർക്കാരിൻ്റെ ഒടുക്കം പ്രഖ്യാപിച്ച ഇടക്കാല ബജറ്റിനേക്കാൾ 4% അധികം കൃഷിയുടെ കാര്യത്തിൽ ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രാജ്യത്തെ പണപ്പെരുപ്പത്തിൻ്റെ അനുപാതം പരിശോധിച്ചാൽ അതിനൊപ്പിച്ചുള്ള വർധന കൃഷി വിഹിതത്തിൽ ഉണ്ടായിട്ടേയില്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പട്ടികപ്പെടുത്തിയിരിക്കുന്ന അടുത്ത മുൻഗണനകൾ തൊഴിലും നൈപുണ്യവുമാണ്. ഇതിനായി നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്രന്റീസ്ഷിപ്പ്, ഇന്റേൺഷിപ്പ് തുടങ്ങിയവ ഒറ്റ നോട്ടത്തിൽ മികച്ച ആലോചനയായി കാണാവുന്ന സംഗതിയാണ്. പക്ഷേ അത് എത്ര സൃഷ്ടിപരമാണ് എന്നത് പരിശോധിക്കണം. നൈപുണ്യമില്ലാത്ത ബിരുദധാരികളാണ് നമ്മുടെ പ്രശ്നമെന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ നൈപുണ്യത്തിനും ഇന്റേൺഷിപ്പിനുമൊക്കെ നാം ഊന്നൽ കൊടുക്കുന്നു. എന്നാൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ലെങ്കിൽ പരിശീലനം കിട്ടിയതിനു ശേഷവും യുവാക്കൾ തൊഴിൽ ഇല്ലാത്തവരായി ഈ രാജ്യത്ത് തുടരും. കേന്ദ്ര സർവീസിൽ 10 ലക്ഷത്തിലധികം ഒഴിവുകൾ നികത്തുന്നതിനെക്കുറിച്ച് ഒരാലോചനയുമില്ലാതെ, അതിനെക്കുറിച്ച് സംസാരിക്കുക പോലും ചെയ്യാതെ മൗനം പാലിക്കുന്നു സർക്കാരും ബജറ്റുകളും. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ ഒരു നിലയ്ക്കുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നില്ല. റെയിൽവേയിൽ മാത്രം 3 ലക്ഷത്തോളം തൊഴിലുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. എന്നിട്ട് തൊഴിലുണ്ടാക്കാൻ
വൻകിട കോർപ്പറേറ്റുകളോട് ആഹ്വാനം ചെയ്യുകയാണ് മോദി ചെയ്യുന്നത്. ആ കാരണം പറഞ്ഞും വൻകിട കോർപ്പറേറ്റുകൾക്ക് സബ്സിഡി ഇളവ് ഒപ്പിച്ചു കൊടുക്കാനാണ് മോദിയുടെ ബജറ്റിന് തിടുക്കം. സാമ്പത്തിക സർവേയും ബജറ്റും മറ്റു ചില പ്രധാന കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നുണ്ട്. ഒന്ന്, വൻ സാമ്പത്തിക വളർച്ച നേടിയെന്ന് അവകാശപ്പെടുമ്പോഴും അത് പുതിയ തൊഴിലവസരങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നും തൊഴിലില്ലായ്മ വലിയ പ്രശ്നമായി തുടരുകയാണെന്നും സർവേ റിപ്പോർട്ട് സമ്മതിക്കുന്നുണ്ട്. തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് നവീനമായ ഒരു ആശയവും അവതരിപ്പിക്കാനില്ല. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വ്യത്യസ്തമായ തൊഴിൽ പ്രാധാന്യമുള്ള മേഖലകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം പോലും ക്രമേണ കുറയ്ക്കുന്ന ഭരണകൂടം തൊഴിൽ സൃഷ്ടിയെക്കുറിച്ച് എത്ര ഗൗരവത്തിൽ ചിന്തിക്കുന്നു എന്നത് സംശയമാണ്. ഈ ബഡ്ജറ്റ് വാസ്തവത്തിൽ അവതരിപ്പിക്കേണ്ടത് ബീഹാർ അസംബ്ലിയിലും ആന്ധ്ര അസംബ്ലിയിലുമായിരുന്നു. കാരണം അവർക്ക് മാത്രമേ പ്രയോജനമുള്ളൂ. മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രയോജനമില്ല എന്നുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. തന്നെയുമല്ല, രാജ്യത്ത് വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ ഒരു പദ്ധതികളില്ല. കർഷകർക്ക് അവരുന്നയിച്ച ആവശ്യങ്ങൾക്കൊന്നും പരിഹാരമാകുന്നില്ല. കർഷക സമരത്തിലൂടെ ഉന്നയിച്ച ഒരാവശ്യവും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുള്ളതൊന്നും പ്രായോഗികമായി നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന മറ്റു മേഖലകൾ വിദ്യാഭ്യാസവും ആരോഗ്യവുമാണ്. എന്നാൽ അവയുടെ വിഹിതം ഗണ്യമായി ഉയർത്തിയിട്ടില്ല. വാസ്തവത്തിൽ ആരോഗ്യമേഖലയ്ക്കുള്ള വകയിരുത്തൽ കഴിഞ്ഞ ഇടക്കാല ബജറ്റിനേക്കാൾ കുറവാണ്. വിദ്യാഭ്യാസത്തിലുള്ള വകയിരുത്തലും വളരെ ചെറുതായിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെയും ഇടക്കാല ബജറ്റിനെയും അപേക്ഷിച്ച് വടക്കുകിഴക്കൻ മേഖലയുടെ വികസനത്തിനായും കാര്യമായ ഒരു ശ്രദ്ധയും ഈ ബജറ്റിൽ കൊടുത്തിട്ടില്ല. ഗ്രാമീണ വികസനത്തിനുള്ള ഊന്നലിനും ഈ നിലയ്ക്ക് ഫലപ്രദമല്ലാത്ത ഇടപെടലിൻ്റെ ഉദാഹരണങ്ങൾ കാണാം. സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകുന്നതാണ് തൻ്റെ ബജറ്റെന്ന് ധനമന്ത്രി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ ബജറ്റിൽ നമ്മൾ ആ ദിശാബോധം, ആ നവീനാശയം എത്ര കാണുന്നുണ്ട്? ഊർജ മേഖലയിൽ സൗരോർജം, ആണവോർജം തുടങ്ങിയ ബദൽ ഊർജ സ്രോതസ്സുകളിലേക്ക് നീങ്ങുമെന്ന് സർക്കാർ പറയുന്നു. റൂഫ് ടോപ്പ് സോളാർ പ്ലാൻ കൊള്ളാവുന്നതാണ്. പക്ഷേ അത് റൂഫ് ടോപ്പുള്ളവർക്ക് പ്രയോജനപ്പെടാൻ മാത്രമുള്ളതാണ് എന്നോർക്കണം. ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗത്തിനും ഉറപ്പുള്ള മേൽക്കൂരയില്ല. സാമ്പത്തിക ശേഷിയുള്ള വിഭാഗങ്ങൾക്കും സോളാർ സെൽ നിർമ്മാതാക്കൾക്കും ഈ പദ്ധതി ഗുണം ചെയ്യും. സബ്സിഡി കൂടുതലും ഇവരാൽ തട്ടിയെടുക്കപ്പെടും. ആണവോർജ പദ്ധതികൾക്കും സർക്കാർ ഊന്നൽ കൊടുക്കുന്നുണ്ട്. ആഗോളതലത്തിൽ അനുഭവിച്ചതുപോലെ അപകടങ്ങൾ നിറഞ്ഞതാണ് അവയെന്ന വിമർശനങ്ങൾ ഒരു വശത്തുണ്ട്. കൂടുതൽ സുസ്ഥിരതയ്ക്ക് ചെറിയ നഗരങ്ങളിലേക്കും പൊതുഗതാഗതത്തിലേക്കും മാറി ഊർജം സംരക്ഷിക്കേണ്ടത് ആവശ്യമാണെന്ന് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ സർക്കാർ പക്ഷേ പകരം വലിയ നഗരങ്ങളിലേക്കും സ്വകാര്യ വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലേക്കും നീങ്ങുകയാണ്. മുൻഗണനാ മേഖലകൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നതിന് കൂടുതൽ വിഭവങ്ങൾ സമാഹരിക്കേണ്ടതുണ്ട്. കോവിഡ് മഹാമാരിക്ക് ശേഷം സമ്പന്നരുടെ സമ്പത്തും വരുമാനവും വൻതോതിൽ ഉയർന്നതിനാൽ അവർക്ക് നികുതി ചുമത്താൻ കൂടുതൽ ശ്രമം നടത്താമായിരുന്നു. പക്ഷേ വൻകിടക്കാരെ അസ്വസ്ഥരാക്കുന്ന സമീപനം ഒരു ഘട്ടത്തിലും ഈ സർക്കാരിൻ്റെ സാമ്പത്തിക നയത്തിൽ കാണാൻ കഴിയില്ല. മലയാളികളെ സംബന്ധിച്ചും സവിശേഷമായ നിരാശ ഈ ബജറ്റിൽ നിഴലിച്ചു കിടക്കുന്നു. GST നടപ്പിലാക്കിയതോടെ സാമ്പത്തിക സ്വാതന്ത്ര്യം നഷ്ടമായ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിൻ്റെ കനിവിന് കാത്തിരിപ്പാണ്. യൂണിയൻ ഗവൺമെൻറ് ആകട്ടെ സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സമയബന്ധിതമായി പണം വിതരണം ചെയ്യുന്നതിൽ മനഃപൂർവമായ കാലതാമസം വരുത്തുന്നു എന്ന ആക്ഷേപം ഉണ്ടൊരു വശത്ത്. കടമെടുപ്പ് പരിധിയിലെ പ്രശ്നങ്ങളും ഗ്രാന്റ് നിന്നതുമെല്ലാം കേരളത്തെയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളി നീക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 24,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണം എന്നതായിരുന്നു കേരളത്തിൻ്റെ ആവശ്യം. വിഴിഞ്ഞം പദ്ധതിക്കും വയനാട്ടിലേക്കുള്ള തുരങ്കപാത നിർമ്മാണത്തിനും പണം അനുവദിക്കണമെന്ന ആവശ്യവും കേരളം മുന്നോട്ട് വച്ചിരുന്നു. സിൽവർ ലൈൻ, ശബരി റെയിൽപാത, ശബരിമല തീർത്ഥാടന കേന്ദ്ര വികസനം, ദേശീയപാതയ്ക്കായി കേരളം ചെലവഴിച്ച 6,000 കോടിക്ക് തുല്യമായി
ഉപാധിരഹിത വായ്പയെടുക്കാനുള്ള അവകാശം, ഇതൊന്നും കേന്ദ്ര സർക്കാർ കണ്ട ഭാവം നടിച്ചില്ല. നിർമ്മല സീതാരാമൻ്റെ പ്രസംഗത്തിൽ കേരളം എന്ന വാക്കുപോലും ഉണ്ടായില്ല. ബീഹാറിലെ പ്രളയ നിർമ്മാർജ്ജനത്തിന് വൻ തുക വകയിരുത്തിയപ്പോൾ 2 പ്രളയങ്ങളെ അഭിമുഖീകരിച്ച കേരളത്തെക്കുറിച്ച് അവർ ആലോചിച്ചതേയില്ല. കേരളം 24,000 കോടിയിൽ പരം രൂപയുടെ ആവശ്യമാണ് ഉന്നയിച്ചത്. അത് യാഥാർത്ഥ്യബോധത്തോടുകൂടിയുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. നാഷണൽ ഹൈവേയുടെ വികസനത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ് സ്ഥലമെടുപ്പിന് ഏകദേശം 25% സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ബാധ്യതയാണ് സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് വിഴിഞ്ഞം പോർട്ട്, നമ്മളിപ്പോൾ ഏറ്റവും അഭിമാനത്തോടു കൂടി പറയുന്ന പോർട്ടാണ്. ആ പോർട്ട് ആ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസനം നടത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 5,000 കോടി രൂപയെങ്കിലും അടിയന്തരമായിട്ട് നൽകണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. ഈ ബഡ്ജറ്റ് നമ്മുടെ കേരളത്തിനോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ യാതൊരു ഗുണവും ചെയ്യാത്ത ഒരു ബഡ്ജറ്റായി മാറിയിരിക്കുകയാണ്. കേരളത്തെ പാടെ അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവർ ഇലക്ഷനിൽ നിൽക്കാൻ വേണ്ടി ജയിക്കാൻ വേണ്ടി അടുത്ത ഈ വർഷം നടക്കാനിരിക്കുന്ന മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ ഇതാക്കാൻ വേണ്ടി അത്തരം സ്ഥലങ്ങളിലും BJP ഭരിക്കുന്നിടത്തും ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു വന്നല്ലാതെ കേരളത്തെയും സദേൺ സ്റ്റേറ്റിനെ മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ദയനീയമായിട്ട് മറ്റേ ആന്ധ്രാപ്രദേശിലൊക്കെ അവരുടെ ചില താല്പര്യങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി നോക്കിയിട്ടില്ല. ബാക്കി എല്ലാം തന്നെ ദയനീയമായ പരാജയമാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായതിനാൽ BJP കേരളത്തെ ബജറ്റിൽ കാര്യമായി പരിഗണിക്കുമെന്ന് സുരേഷ് ഗോപി അടക്കമുള്ള പാർട്ടി നേതാക്കൾ വിചാരിച്ചിരുന്നു. പക്ഷേ അങ്ങനെയൊന്ന് ഉണ്ടായില്ല. കേരളം എങ്ങനെ ഇങ്ങനെ തഴയപ്പെട്ടു എന്നതിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പോലും ശരിയാവണ്ണമുള്ള ധാരണയില്ല. കേരളത്തിൻ്റെ കാര്യം മാത്രമല്ല, BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങൾക്കും കടുത്ത നിരാശയാണ് ബജറ്റ് സമ്മാനിച്ചത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന നാൾ മുതൽ അദ്ദേഹം പറയുന്നൊരു മുദ്രാവാക്യമാണ് അച്ഛേ ദിൻ ആനെ വാലാഹ എന്ന്. നമ്മുടെ രാജ്യത്തിൽ 2030 ആകുമ്പോഴത്തേക്ക് GDP നിരക്ക് $5 ട്രില്യൺ മാറുമെന്ന പ്രഖ്യാപനം ഇപ്പോഴും $3.7 ട്രില്യൺ തന്നെ നിൽക്കുന്ന ദയനീയമായ കാഴ്ചയാണ് കാണുന്നത്. കേരളത്തിന് 2 മന്ത്രിമാരെ അല്ലാതെ വേറൊന്നും കിട്ടിയിട്ടില്ല. സുരേഷ് ഗോപിയെ കൊണ്ടോ ജോർജ് കുര്യനെ കൊണ്ടോ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി കേരളം രക്ഷപ്പെടണമെങ്കിൽ ഒരു നിതീഷ് കുമാറോ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവോ കേരളത്തിൽ ജനിക്കേണ്ട സാഹചര്യമാണിപ്പോൾ സംജാതമായിരിക്കുന്നത്. സംസ്ഥാനത്തും കേന്ദ്രത്തിലും BJP ഭരിച്ചാൽ ഇരട്ട എഞ്ചിൻ ഭരണമായിരിക്കും എന്ന് വാഗ്ദത്തം ചെയ്ത മോദിയാണ് എല്ലാം 2 സംസ്ഥാനങ്ങൾക്ക് മാത്രമായി ചുരുക്കിയത്. മനുഷ്യവിഭവ സൂചികയിലും മറ്റെല്ലാ ജീവിത മേഖലകളിലും കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളാൽ തന്നെ കയ്യടി നേടിയ നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് വച്ച ഒരാവശ്യം പോലും പരിഗണിക്കപ്പെട്ടില്ല. എന്തുകൊണ്ട്? രാജ്യത്തെ തന്നെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായ വിഴിഞ്ഞത്തിൻ്റെ വികസനത്തിന് 5,000 കോടിയാണ് ചോദിച്ചത്. ₹1 അതിനായി നീക്കിവെച്ചില്ല. ആരോഗ്യരംഗത്ത് മികച്ച മുന്നേറ്റം നടത്തിയ കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന് പൊതുവെ പ്രതീക്ഷിക്കപ്പെട്ടു. അതുമുണ്ടായില്ല. ഈ പദ്ധതിക്കായി കോഴിക്കോട്ട് സ്ഥലമേറ്റെടുത്ത് നൽകിയിട്ടും കേരളത്തോട് മാത്രം അവഗണന കാണിക്കുന്നു കേന്ദ്രം. രാജ്യത്താകെ 25 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉണ്ട്. ഇതിൽ 5 പ്രവർത്തന സജ്ജമാകുന്നു. ബീഹാർ, ജമ്മു, ഹരിയാന, മണിപ്പൂർ, കർണാടക സംസ്ഥാനങ്ങളിലെ എയിംസ് പദ്ധതികളാണ് ഇനി നടപ്പാക്കാനുള്ളത്. ബീഹാർ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ 2 വീതം എയിംസ് ഉണ്ട്. ദക്ഷിണേന്ത്യയിൽ എയിംസ് ഇല്ലാത്ത ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. വേണ്ടത്ര ഭൂമി ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് കേരളത്തിന് എയിംസ് അനുവദിക്കാത്തത് എന്നാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരിൽ ഒരാളായ സുരേഷ് ഗോപി വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. കോഴിക്കോട് ഇതുവരെ 154 ഏക്കർ അനുവദിച്ചിട്ടുണ്ട്. ആദ്യത്തെ യാത്ര കേരളത്തിലേക്ക് ചെന്നപ്പോൾ എന്താ പറഞ്ഞ വന്നിരിക്കും. പക്ഷെ അതിന് കേരള സർക്കാർ കൃത്യമായ സ്ഥലം തരട്ടെ. എത്ര എടുത്തിട്ടുണ്ട്? ആണോ? അത്രയാണോ വേണ്ടത്? താങ്ക് യു. നോക്കൂ, ബീഹാറിലും ഖൊരഗ്പൂരിലും ഋഷികേശിലുമൊക്കെയുള്ള എയിംസുകൾക്ക് ഇതിലും താഴെയാണ് ഭൂമിയുള്ളത് എന്നിരിക്കെ ഭൂമി ഏറ്റെടുപ്പ് പൂർണ്ണമാകാത്തത് കൊണ്ടാണ് എയിംസ് അനുവദിക്കപ്പെടാത്തത് എന്ന വാദം അപഹാസ്യമാണ്. റെയിൽ മേഖലയിലും കാര്യമായ ഊന്നലിന് സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്ന് ഈ ബജറ്റ് മനസ്സിലാക്കി തന്നു. 2.52 ലക്ഷം കോടി രൂപയാണ് ഇത്തവണ റെയിൽവേക്ക് ബജറ്റ് വിഹിതം. കഴിഞ്ഞ വർഷത്തെ ബജറ്റിനെ അപേക്ഷിച്ച് 5% മാത്രമാണ് വർധന. പണപ്പെരുപ്പം കണക്കിലെടുക്കുമ്പോൾ വിഹിതത്തിലെ വർധനയെ
വർധന എന്ന് വിളിക്കാനേ കഴിയില്ല. പല സംസ്ഥാനങ്ങളിലും മതിയായ സർവീസുകളില്ലാതെ ജനം ദുരിതം നേരിടുന്നതും ആവശ്യത്തിനൊപ്പിച്ച് ട്രാക്കുകൾ വികസിപ്പിക്കാത്തതും തുടർക്കഥയായ ട്രെയിൻ അപകടങ്ങളും മുന്നിലുള്ളപ്പോഴാണ് ഈ അവഗണന എന്നോർക്കണം. പാത ഇരട്ടിപ്പിക്കലിന് കഴിഞ്ഞ വർഷം 30,046 കോടി രൂപ നീക്കിവെച്ചെങ്കിൽ ഇത്തവണ 29,000 കോടി മാത്രമേ അതിനായി വകയിരുത്തിയിട്ടുള്ളൂ. പ്രധാന പാതകളിൽ ട്രാക്കിൻ്റെ ശേഷിയുടെ 130% വരെ ട്രെയിനുകൾ ഓടുന്നുവെന്ന് സർക്കാർ തന്നെ പറയുന്നു. തീവണ്ടികളുടെ വേഗതയെയും സർവീസിൻ്റെ കാര്യക്ഷമതയെയും എല്ലാം ഇത് ഗൗരവമായി ബാധിക്കുന്നുണ്ട്. ഒപ്പം ആധുനികവൽക്കരണത്തിൻ്റെ കുറവ് മൂലം നിരന്തരമായി വലിയ അപകടങ്ങളും തുടർച്ചയായി സംഭവിക്കുന്നു. റെയിൽവേ ബജറ്റ് ഇല്ലാതാക്കി അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ പരിധിയിൽപ്പെടുത്തിയതോടെ ആ മേഖലയിലേക്കുള്ള ശ്രദ്ധയും കുറഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ഫണ്ട് വിഹിതവും കുറച്ചു. നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈനിൽ 2015-16 റെയിൽവേക്കുണ്ടായിരുന്ന വിഹിതം 45% ഇപ്പോഴത് വെറും 15% ചുരുക്കി. സുരക്ഷാ സംവിധാനമായ കവച് പൂർണ്ണതോതിൽ നടപ്പാക്കാൻ ഈ ബജറ്റിലും നിർദ്ദേശമൊന്നുമില്ല. സുരക്ഷാ സംവിധാനങ്ങൾക്കായി 5 വർഷം മുൻപ് നീക്കിവെച്ചത് 25,000 കോടിയാണെങ്കിൽ ഇത്തവണ അത് 11,000 കോടി മാത്രമാണ്. രാജ്യത്തിൻ്റെ ധനവിനിയോഗ രേഖയാണ് ബജറ്റ്. ഓരോ ബജറ്റും അതത് കാലാവസ്ഥകളിലെ പ്രശ്നങ്ങളെ പഠിച്ച് പരിഹാരത്തിലേക്ക് വഴി ചൂണ്ടുന്നവയായിരിക്കണം. സാമ്പത്തിക സാമൂഹ്യ രംഗങ്ങളിലെ തളർച്ചകളെ ഇല്ലാതാക്കാനും പുതിയ ഊർജം നൽകാനും ഉതകും വിധത്തിലുള്ള പദ്ധതികളാണ് ബജറ്റിൽ നിന്ന് രാജ്യം പ്രതീക്ഷിക്കുന്നത്. അതിന് എല്ലാ മേഖലകളെയും വിവേചനമില്ലാതെ സ്പർശിക്കാൻ കഴിയണം. അതിനു വേണ്ടത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും അതിൻ്റെ പരിക്കുകളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള തിരിച്ചറിയാനുള്ള ശേഷിയാണ്. 7 പതിറ്റാണ്ടുകൊണ്ട് രാജ്യം സമാഹരിച്ചതൊക്കെയും വിറ്റൊഴിവാക്കിയും താങ്ങാനാവാത്ത നികുതി ഏർപ്പെടുത്തി ജനങ്ങളുടെ പോക്കറ്റൂറ്റിയുമാണ് ചെലവുകൾ നടത്തിക്കൊണ്ട് പോവേണ്ടത് എന്ന് വിചാരിക്കുന്ന ഒരു ഭരണകൂടത്തിന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ല. ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഫെഡറലിസം എന്ന ആശയത്തെ, യൂണിയൻ എന്ന തത്വത്തെ മറിച്ചിടുകയാണ് ഈ ബജറ്റ് വഴി മോദി സർക്കാർ. ബജറ്റ് എന്നല്ല, രാജ്യത്തിൻ്റെ പൊതുവായ സംഗതികളെല്ലാം തങ്ങളുടെ കക്ഷി രാഷ്ട്രീയ അതിജീവനത്തിനും മുന്നേറ്റത്തിനും മാത്രമായി പരിമിതപ്പെടുത്താൻ BJPക്ക് ഒരു മടിയുമില്ല. GST വഴി സാമ്പത്തിക നിയന്ത്രണം മുഴുവൻ കയ്യിലാക്കി വെച്ച ശേഷം ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളോട് കാട്ടുന്ന ഈ വിവേചന ക്രൂരതയ്ക്കെതിരെ ജനാധിപത്യ രൂപിയായ കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.